സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രം. ബിൽ ഫെഡറലിസത്തെ തകർക്കുമെന്ന് പ്രതിപക്ഷം. പ്രതിഷേധത്തെ തുടർന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാമെന്ന് കേന്ദ്ര സർക്കാർ. മുനമ്പം വിഷയത്തിൽ വി.ഡി. സതീശനെതിരെ UDF യോഗത്തിൽ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. മുനമ്പത്തെ ഭൂമിയിൽ തീരുമാനം പറയേണ്ടത് UDF അല്ലെന്ന് MM ഹസൻ. സതീശൻ പറഞ്ഞതിനെക്കുറിച്ച് സതീശനോടാണ് ചോദിക്കേണ്ടതെന്നും MM ഹസൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള സർവകലാശാല ആസ്ഥാനത്ത് വൻ പ്രതിഷേധം. ചാൻസലറുടെ കാവ്യവൽക്കരണ നടപടികൾ അനുവദിക്കില്ലെന്ന് SFI. ചാൻസലറെ ബഹിഷ്കരിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും. കുട്ടമ്പുഴയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന എൽദോസിന്റെ നാടിന്റെ അന്ത്യാഞ്ജലി. വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര നിലപാട് തടസ്സമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. വയനാട്ടിൽ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച കേസിൽ 2 പേർ പിടിയിൽ. ഹർഷിദും അഭിറാമും പിടിയിലായത് കൽപ്പറ്റയിൽ നിന്ന്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 ഉയർത്തുമെന്ന് തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി പെരിയസ്വാമി. ജലനിരപ്പ് 152 അടിയായി ഉയർത്താനാവില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 139 അടിയിൽ നിർത്തണമെന്നതാണ് കോടതി വിധിയെന്നും മന്ത്രി. കള്ളപ്പണക്കേസിലെ പ്രതികളുടെ എല്ലാ സ്വത്തും കണ്ടുകെട്ടുന്ന EDയുടെ നടപടിക്കെതിരെ ഹൈക്കോടതി. കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടരുതെന്ന് ഹൈക്കോടതി. CSB ബാങ്ക് ജീവനക്കാരുടെ തിരുവനന്തപുരം ധർണ നാളെ. ബാങ്കിംഗ് മേഖലയിൽ നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക, സ്ഥിര നിയമനങ്ങൾ നടത്തുക, ചെറുകിട ഇടപാടുകാരെ ബാങ്കിൽ നിന്ന് അകറ്റുകയും വായ്പകൾ നിഷേധിക്കുകയും ചെയ്യുന്ന നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ. പെരിങ്ങമലയിൽ 20 അടിയോളം താഴ്ചയുള്ള കുഴിയിൽ അകപ്പെട്ട പോത്തിനെ വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് രക്ഷപ്പെടുത്തി. പരിസരത്തെ പറമ്പിൽ രാജേഷ് എന്നയാളെയാണ് പോത്തിനെ മേയ്ക്കാൻ വിട്ടത്. വിവിധ കേസുകളിൽ ഇതര സംസ്ഥാനക്കാരായ 2 മോഷ്ടാക്കളെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി അൻസാറുൽ ഇസ്ലാം, ബീഹാർ വെസ്റ്റ് ചമ്പാരൻ സ്വദേശി മുഹമ്മദ് ഷാറൂഖ് എന്നിവരാണ് അറസ്റ്റിലായത്. എറണാകുളം പിറവം രാമമംഗലത്ത് പോലീസ് ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമമംഗലം പോലീസ് സ്റ്റേഷനിലെ CPO ഡ്രൈവർ AC ബിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. മലപ്പുറത്ത് 17-കാരന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തി. പൂക്കോട്ടുപാടം സ്വദേശി സഹീദിന്റെ മകൻ ഹാഷിമിന്റെ മൃതദേഹമാണ് പൊട്ടിക്കല്ല് കമുകിൻ തോട്ടിലെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. പൂക്കോട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഹാഷിം. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയ ആൾ പിടിയിൽ. മുംബൈ സ്വദേശി സുബ്രത മണ്ഡലാണ് പോലീസിന്റെ പിടിയിലായത്. സ്വരാജ് റൗണ്ടിലൂടെ സ്കേറ്റിംഗ് നടത്തുന്നതിനിടെ ഇയാളെ പിടികൂടുകയായിരുന്നു. റാന്നിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അമ്പാടിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ റാന്നി മന്ദമരിതിയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കൊച്ചിയിൽ നിന്നും ബഹ്റിനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന്. അപകട സാധ്യത ഒഴിവാക്കാൻ ഇന്ധനം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ ശേഷമാണ് വിമാനം ലാൻഡിംഗ് നടത്തിയത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് ക്രൈംബ്രാഞ്ച്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടിയെന്നും അന്വേഷണ സംഘം. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 1 മരണം. കാട്ടാന ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലിരുന്ന വാൽപ്പാറ ഗജമുടി എസ്റ്റേറ്റിലെ ചന്ദ്രനാണ് മരിച്ചത്. 3 കാട്ടാനകൾ ലയത്തിന് സമീപമെത്തി ആളുകളെ ഓടിക്കുകയായി. കണ്ണൂരിൽ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ അക്രമം നടത്തിയ KSU പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ടൗൺ പോലീസ് കേസെടുത്തത്. പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. പത്തനംതിട്ട ഇരവിപ്പേരൂർ കൃഷിഭവന്റെ കീഴിൽ ഇരവിപ്പേരൂർ വില്ലേജ് മാർക്കറ്റ്, പ്രീമിയം ഔട്ട്ലെറ്റ്, ഹബ് ആൻഡ് സ്പോക്ക് സിസ്റ്റം, മില്ലറ്റ് കഫേ എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സംസ്ഥാനത്തെ രണ്ടാമത്തെ പദ്ധതിക്കാണ് മന്ത്രി തുടക്കം കുറിച്ചത്. ചടങ്ങിൽ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച കൃഷി ഓഫീസർ മഞ്ജുഷ NS ആദരിച്ചു. കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. സ്വീകരണത്തിൽ എല്ലാവർക്കും നന്ദിയെന്നും കേരളീയൻ എന്ന നിലയിൽ ഒത്തിരി അഭിമാനമെന്നും മാർ ജോർജ് കൂവക്കാട്. ശബരിമലയിലെ മേൽപ്പാലത്തിൽ നിന്ന് എടുത്തു ചാടിയ കർണാടക സ്വദേശി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. ശബരിമല തീർത്ഥാടകരുമായി പോയ KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. നിലയ്ക്കൽ എരുമേലി റോഡിലാണ് സംഭവം. ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ് മരത്തിൽ തട്ടി നിന്നു. യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല. ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയത് ഇന്നലെ. 93,034 തീർത്ഥാടകരാണ് ഇന്നലെ മല ചവിട്ടിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി മല ചവിട്ടിയവരുടെ എണ്ണത്തിലും കൂടുതൽ ഇന്നലെ. പാലക്കാട് വല്ലപ്പുഴയിൽ മകനും അമ്മയും മരിച്ച നിലയിൽ. ചെറുകോട് ഇലപ്പുള്ളി മുഖില മകൻ നിശാന്ത് എന്നിവരാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മ ഹാളിലും മകൻ റൂമിലും തൂങ്ങിയ നിലയിലായിരുന്നു. പാലക്കാട് മുണ്ടൂർ കയറംകോട് ഒറ്റയാന്റെ വിളയാട്ടം. സ്ഥിരമായി ജനവാസ മേഖലയിൽ ഒറ്റയാൻ എത്തുന്നതായി നാട്ടുകാർ. തുടർച്ചയായ 6 ദിവസമായി ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തുന്നു. പത്തനംതിട്ട തിരുവല്ല താലൂക്ക് തല അദാലത്തും വിജയം. തിരുവല്ല താലൂക്കിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ 78% പരാതികളും തീർപ്പാക്കി. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജുമാണ് തിരുവല്ലയിലെ അദാലത്തിൽ പങ്കെടുത്തത്. കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചത് 385 പരാതികൾ. അദാലത്തിൽ വന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഫെയർ വാല്യൂ 2025 ജനുവരി 3 നടത്താൻ തീരുമാനമായി. പെരുമ്പാവൂർ ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബൈപ്പാസ് 1ാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തടസ്സമില്ലാത്ത റോഡ് ശൃംഖലയ്ക്ക് രൂപം നൽകുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി. രണ്ടര വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഫ്ബി കേരളത്തിന്റെ മുഖശ്രീയാണെന്ന് മന്ത്രി VN വാസൻ. CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എല്ലാവരും ചൊല്ലണ എന്ന പേരിൽ വനിതോത്സവം സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗായികമാരായ പുഷ്പവതി, പ്രാർത്ഥന എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ അമ്മയും മകനും പിടിയിൽ. തിരുവനന്തപുരം സ്വദേശികളായ ഡോൾസി ജോഫൈൻ, മകൻ രോഹിത് സാജു എന്നിവരെ വടകര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വടകര മണിയൂർ സ്വദേശിയിൽ നിന്ന് 5.25 ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയത്. തിരുവനന്തപുരത്ത് ബാറിലെ സംഘർഷത്തിൽ കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശ് പിടിയിൽ. ഫോർട്ട് പോലീസാണ് പിടികൂടിയത്. എതിർചേരിയിൽപ്പെട്ട സാജന്റെ മകൻ ഡാനി നടത്തിയ DJ പാർട്ടി ഓം പ്രകാശ് തടസ്സപ്പെടുത്തിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്.
പാൽപ്പൊടി നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെച്ച് മിൽമ. മലപ്പുറം മൂർക്കനാട് പ്രവർത്തനം ആരംഭിക്കുന്ന പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഈ മാസം 24-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാൽപ്പൊടിയോടൊപ്പം മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും 24-ന് പുറത്തിറങ്ങും. വ്യാജവാറ്റ് തടഞ്ഞ വിരോധത്തിൽ മകനെ പിതാവ് കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. +2 വിദ്യാർത്ഥി ഷാരോണിനെയാണ് പിതാവ് സജി ജോർജ് കുത്തിക്കൊന്നത്. ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തിക്കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി 11 വർഷത്തിന് ശേഷം പിടിയിൽ. അയിരൂർ തീയടിക്കൽ കോളനിയിൽ സിന്ധുവിനെ കൊലപ്പെടുത്തിയ ഭർത്താവ് TR രാജീവാണ് തിങ്കളാഴ്ച കോയിപ്പുറം പോലീസിന്റെ പിടിയിലായത്. പുന്നപ്ര ക്ഷീരസംഘം സംഘടിപ്പിക്കുന്ന ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. പാൽ ഉൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കണമെന്നും മന്ത്രി. കൊച്ചിയിൽ അപകടകരമായി സർവീസ് നടത്തുന്ന ബസ്സുകൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന ശക്തമാക്കി. 2 ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലായത് 7 സ്വകാര്യ ബസ്സുകൾ. പിടിയിലായ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. വാതിലുകൾ തുറന്നിട്ട് സർവീസ് നടത്തിയതിനാണ് നടപടി. സമന്വയ ക്ഷേമ പദ്ധതിയുമായി കോഴിക്കോട് കോർപ്പറേഷൻ വയോജനങ്ങളുടെയും കിടപ്പ് രോഗികളുടെയും അതിദരിദ്രരുടെയും ക്ഷേമം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ശ്രീലങ്കയുടെ മണ്ണ് ഇന്ത്യൻ വിരുദ്ധതയ്ക്കായി ഉപയോഗിക്കില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. ത്രിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. പ്രായം നോക്കാതെ പ്രകൃതിക്കായി ജീവിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരം നേടിയ തുളസി ഗൗഡ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പൊന്നാനിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. യാചകരെ നിരത്തുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ കടുത്ത നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി ഭോപ്പാൽ. യാചകർക്ക് പണം നൽകുന്നവർക്കെതിരെ ജനുവരി 1 മുതൽ കേസെടുക്കാൻ നീക്കം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ലൈംഗിക കുറ്റകൃത്യം നടത്തുന്നവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. കെമിക്കൽ കാസ്ട്രേഷൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് വനിതാ അഭിഭാഷക അസോസിയേഷൻ. ക്ഷേത്രത്തിൽ തടഞ്ഞതിനെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ പ്രതികരിച്ച് ഇളയരാജ. നടക്കാത്ത കാര്യങ്ങൾ നടന്ന പോലെയാണ് ചിലർ തെറ്റായ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നായിരുന്നു ഇളയരാജ എക്സിൽ കുറിച്ചത്. ഇന്ത്യ ശ്രീലങ്ക നാവിക ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീലങ്ക ഇന്ത്യ നാവിക അഭ്യാസത്തിന്റെ 2024 പതിപ്പ് ഇന്ന് വിശാഖപട്ടണത്ത് ആരംഭിച്ചു. 2 ഘട്ടങ്ങളിലായാണ് അഭ്യാസം നടക്കുക. US-ൽ കൗമാരക്കാരൻ സഹപാഠിയെയും അധ്യാപികയെയും വെടിവെച്ചു കൊന്നു. വിസ്കോൺസിനിലെ സ്കൂളിലാണ് സംഭവം. വെടിവെപ്പിൽ മറ്റ് 6 പേർക്കും പരിക്ക്. ജോർജിയയിലെ പർവ്വത മേഖലയായ ഗുദൌരിയിലുള്ള റിസോർട്ടിൽ 12 ഇന്ത്യക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവരെല്ലാം ഇന്ത്യൻ റെസ്റ്റോറന്റിലെ ജീവനക്കാരാണ്. ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചതാകാം മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. മയോട്ട ദ്വീപിനെ നിലം പരിശാക്കി ചിഡോ ചുഴലിക്കാറ്റ്. നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരമായ ചുഴലിക്കാറ്റിൽ ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചതായി ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. അടുത്ത വർഷം അവസാനമോ 2026 തുടക്കത്തിലോ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനിസ് അറിയിച്ചു. നാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ദില്ലിയിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്കുള്ള വിമാനത്തിൽ ഇന്ധനം തീർന്നു. ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചുവിട്ടു.
ചിക്കാഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് എയർലൈൻസിന്റെ UA-83 വിമാനമാണ് വഴിതിരിച്ചുവിട്ടത്. ജിദ്ദ നവോദയ കേന്ദ്ര കൺവെൻഷൻ സമാപിച്ചു. നവോദയ പ്രസിഡന്റ് കിസ്മത്ത് മമ്പാടി പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. ദമാം നവോദയ മുഖ്യ രക്ഷാധികാരി ബഷീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഖത്തർ അമീറിന്റെ പോർട്രേറ്റ് എക്സിബിഷൻ ഫൈനലിലെത്തിയ സന്തോഷത്തിൽ ഖത്തർ പ്രവാസിയായ രാമചന്ദ്രൻ ആർഷ. എക്സിബിഷനിൽ ഖത്തർ അമീറിന്റെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വരച്ചതും ഏറ്റവും വലിയ ചിത്രം വരച്ചതും രാമചന്ദ്രനാണ്. റിയാദിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. കേളി കലാസാംസ്കാരിക വേദി അംഗമായ മലപ്പുറം പുതുപ്പൊന്നാനി സ്വദേശി ഷമീർ മുഹമ്മദാണ് മരിച്ചത്. കഴിഞ്ഞ 13 വർഷമായി റിയാദിലെ മലാസിൽ സൂപ്പർ മാർക്കറ്റ് നടത്തി വരികയാണ്. ഖത്തറിലെ സൗഹൃദ കൂട്ടായ്മയായ കുവാഖ് 24ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഖൽബിലെ കണ്ണൂർ എന്ന സംഗീത നിശ സംഘടിപ്പിക്കും. ഡിസംബർ 19 വ്യാഴാഴ്ച രാത്രി 7 മുതൽ റീജൻസി ഹാളിലാകും പരിപാടി നടക്കുക. ദുബായിൽ 1 ലക്ഷം മലയാളികളെ പ്രോപ്പർട്ടി ഉടമകളാക്കാൻ പദ്ധതിയുമായി അറബ് സോൺ പ്രോപ്പർട്ടീസ്. ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മലയാളികൾക്ക് അവസരമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് അറബ് സോൺ പ്രോപ്പർട്ടീസ് അധികൃതർ. മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടു. മഹേഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. 100 ദിവസത്തിലധികം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയുടെ സെൻസറിംഗ് പൂർത്തിയായി. വയലൻസ് സിനിമകൾക്ക് നൽകുന്ന A സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാർക്കോ. ഈ വർഷം കൂടുതൽ പേർ ഗൂഗിളിൽ തെരഞ്ഞ 10 ചിത്രങ്ങളുടെ പട്ടിക പുറത്ത്. കൂടുതൽ പേർ ഗൂഗിൾ ചെയ്ത ചിത്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച് മലയാള ചിത്രങ്ങൾ. മഞ്ഞുമ്മൽ ബോയ്സും ആവേശവും. 1ാം സ്ഥാനത്ത് ശ്രദ്ധ കപൂർ രാജ്കുമാർ റാവു ചിത്രം 3-2 ആണ്. പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി ഹരിഹരൻ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ചർച്ച നടക്കുകയാണ്. കാവ്യ ഫിലിം കമ്പനിയുടെ ബാനറിൽ വേണു കുന്നപ്പള്ളിയാണ് ചിത്രം നിർമ്മിക്കുന്നതെന്ന് റിപ്പോർട്ട്. പുഷ്പ സംവിധായകൻ സുകുമാറിന്റെ അടുത്ത ചിത്രത്തിൽ നായകനായി എത്തുന്നത് രാംചരൺ എന്ന റിപ്പോർട്ട്. RC-17 എന്ന സിനിമയ്ക്കായിട്ടാണ് ഇരുവരും ഒന്നിക്കുക എന്നാണ് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത്. ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു ഗെറ്റപ്പിലാകും രാംചരൺ എത്തുക. സിനിമകളുടെ വൈവിധ്യം കൊണ്ടും നിലവാരം കൊണ്ടും രാജ്യത്തെ ഏറ്റവും മികച്ച മേളയാണ് രാജ്യാന്തര ചലച്ചിത്രമേളയെന്ന് എഴുത്തുകാരൻ NS മാധവൻ. 29ാമത് IFFKയുടെ ഫെസ്റ്റിവൽ ഓഫീസ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI ക്ലൗഡ് വെൽക്കം ഓഫർ പ്രഖ്യാപിച്ച് ജിയോ ഉപഭോക്താക്കൾക്ക് ഇനി സൗജന്യമായി 100 GB ക്ലൗഡ് സ്റ്റോറേജും ക്ലൗഡ് ആപ്പിലൂടെ ഒരു കൂട്ടം AI ഫീച്ചറുകളും ഉപയോഗിക്കാം. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.